തെരഞ്ഞെടുപ്പാകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പയറ്റുന്ന ചില തറവേലകളുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ തൃശൂർ മണലൂരിൽ ടി.എൻ. പ്രതാപൻ പുറത്തെടുത്തിരിക്കുന്നത്. ബി.ജെ.പിയുടെ മുന്നേറ്റം കണ്ടു ഭയന്ന പ്രതാപനും കോൺഗ്രസും കൂടി ഒരുക്കിയ കിറ്റ് വിവാദം നനഞ്ഞ പടക്കം പോലെയായി. വാടാനപ്പള്ളിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ബി.ജെ.പി കിറ്റ് വിതരണം ചെയ്യുന്നു എന്ന് ആരോപിച്ച് കലാപത്തിന് തുനിഞ്ഞ ടി.എൻ. പ്രതാപന് ഒടുവിൽ കിട്ടിയത് പോലീസിന്റെ കൈവിലങ്ങാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കിയ പ്രതാപന്റെ മുഖം CCTV ദൃശ്യങ്ങൾക്ക് മുന്നിൽ വികൃതമായി പോയി. വാടാനപ്പള്ളിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വോട്ട് പിടിക്കാനായി കിറ്റുകൾ കൂട്ടിവെച്ചിട്ടുണ്ടെന്ന് ആരോപിച്ചാണ് ടി.എൻ. പ്രതാപന്റെ നേതൃത്വത്തിൽ ഈ സൂപ്പർ മാർക്കറ്റ് ഉപരോധിച്ചത്. നടൻ ദേവൻ ഇവിടെ വന്നിട്ടുള്ളത് കിറ്റ് വിതരണം ചെയ്യാനാണെന്നും ആരോപിച്ച് ടി.എൻ. പ്രതാപന്റെ നേതൃത്വത്തിൽ കോൺഗ്രസും പിന്നാലെ വന്ന CPM-ഉം സൂപ്പർ മാർക്കറ്റ് ഉപരോധിച്ചു. തുടർന്ന് കേന്ദ്രസേന വരെ ക്രമസമാധാന പാലത്തിന് രംഗത്തെത്തി. പക്ഷേ ഒടുവിൽ സൂപ്പർ മാർക്കറ്റിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ നടൻ ദേവൻ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടില്ലെന്ന് മനസ്സിലായി. ഇതോടെ കാലിക്കവറുകൾ ഉയർത്തിക്കാട്ടിയാണ് ബി.ജെ.പിക്കാർ പ്രകടനം നടത്തിയത്. സൂപ്പർ മാർക്കറ്റ് ഉടമ സുഹൃത്തായതിനാൽ ദേവൻ ആ വഴി അദ്ദേഹത്തെ കാണാൻ വന്നതേയുള്ളൂ എന്ന് മനസ്സിലായതോടെ ടി.എൻ. പ്രതാപനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ദേവനെ അറസ്റ്റ് ചെയ്യാതെ വിട്ടു. ഇതോടെ ടി.എൻ. പ്രതാപന്റെ കിറ്റ് വിവാദം പൊളിഞ്ഞു. മണലൂർ നിയോജക മണ്ഡലത്തിൽ ഇക്കുറി ടി.എൻ. പ്രതാപൻ വിയർക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. കിറ്റ് ആരോപണവുമായി പ്രതാപൻ ഇറങ്ങിയത് ബി.ജെ.പിയുടെ മണ്ഡലത്തിലെ പ്രവർത്തനത്തിന്റെ കരുത്ത് കണ്ടിട്ടാണ്. അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ ബി.ജെ.പിയുടെ യുവ പോരാളിയാണ്. അവിടെ 2016-ലും 2021-ലും 37,000-ഉം 36,000-ഉം വോട്ടുകൾ പിടിച്ച മണ്ഡലമാണ് മണലൂർ. അവിടെ കഴിഞ്ഞ കുറെ നാളുകളായി കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും വൻതോതിലാണ് ബി.ജെ.പിയിലേക്ക് ഒഴുകുന്നത്. LDF മുരളി പെരുന്നെല്ലി 2021-ൽ 70,000-ൽ പരവും 2026-ൽ 78,000-ൽ പരവും വോട്ട് പിടിച്ച മണ്ഡലമാണ് മണലൂർ. ഇവിടെ കോൺഗ്രസിന്റെ വോട്ട് ബേസ് ക്രമേണ കുറഞ്ഞു വരികയാണ്. 2021-ൽ 51,000 വോട്ടുകൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ 2026-ൽ 48,000 വോട്ടുകളേ ഉള്ളൂ. ഇവിടേക്കാണ് ഇതുവരെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചരിത്രം മാത്രമുള്ള ടി.എൻ. പ്രതാപൻ കടന്നു വരുന്നത്. തുടക്കം മുതലേ ബി.ജെ.പിയുടെ മുന്നേറ്റം കണ്ട പ്രതാപൻ ഭയത്തിലാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ രവീന്ദ്രനാഥ് വലിയ ആവേശമുണർത്തുന്ന സ്ഥാനാർത്ഥിയല്ല. അതുകൊണ്ടാണ് അനീഷ് കുമാറിന്റെ വിജയ സാധ്യത നശിപ്പിക്കാൻ കിറ്റ് ആരോപണവുമായി പ്രതാപൻ രംഗത്ത് വന്നത്. പക്ഷേ ആരോപണം പൊളിഞ്ഞതോടെ പ്രതാപന് മുഖം നഷ്ടപ്പെട്ട സ്ഥിതിയാണ്. ഈ വിഷയത്തിൽ ചോദ്യങ്ങളുമായി ചെന്ന മാധ്യമ പ്രവർത്തകർക്ക് സുരേഷ് ഗോപി നൽകിയ മറുപടിയും കേരളം കേട്ടതാണ്. കിറ്റ് വിവാദത്തിൽ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന ചോദ്യത്തിന് അതിൽ സത്യമില്ലാത്തത് കൊണ്ട്, അതിൽ ഫ്രോഡ് ഉള്ളത് കൊണ്ട് എന്ന് അദ്ദേഹം മാഞ്ഞടിച്ചപ്പോൾ മറുപടിയില്ലാതെ മാധ്യമങ്ങൾക്കും തല താഴ്ത്തേണ്ടി വന്നു. ആണോ? എന്നിട്ട് പോലീസ് എന്ത് പറഞ്ഞു? കോടതി എന്ത് പറഞ്ഞു? അതെന്താ? അതിൽ സത്യമില്ലാത്തത് കൊണ്ട്, അതിൽ ഫ്രോഡ് ഉള്ളത് കൊണ്ട് കേസെടുക്കാൻ പറ്റില്ല. കോൺഗ്രസ് എന്തുകൊണ്ടായിരിക്കും? നിങ്ങളുടെ അല്ലേ ഭരണം, നിങ്ങളുടെ അല്ലേ? എടുക്കാൻ പറയൂ, കേസെടുക്കാൻ പറയൂ. നത്തിങ് ഡൂയിങ്. ടി.എൻ. പ്രതാപന്റെ അടക്കം നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ട്. അതെന്തായിരിക്കും കോൺഗ്രസ് അങ്ങനെ ഒരു പ്രതിഷേധം നടത്തുന്നത്? നിങ്ങൾ ആ പോലീസിനോട് ചോദിക്കൂ, അവിടുത്തെ ലോക്കൽ പോലീസിനോട് ചോദിക്കൂ, അവിടെ കോടതി ഉണ്ടെങ്കിൽ കോടതിയോട് ചോദിക്കൂ, കേസെടുപ്പിക്കാൻ പറ്റുമെങ്കിൽ കേസെടുപ്പിക്കൂ. സത്യം പുറത്തു വരട്ടെ. എന്നെ കുറെ നാളായിട്ട് കേസിട്ട് ഉണ്ടല്ലോ അല്ലേ? ബിജെപി നേതാവ് ദേവൻ അടക്കമുള്ളവർ അവിടെ വലിയ തരത്തിൽ പ്രതിഷേധിക്കും. അതുപോലെ തന്നെ അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും. നിങ്ങൾക്ക് ചില ആൾക്കാരെ ഇല്ലായ്മ ചെയ്യണം. നിങ്ങളൊരു ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ആരെയൊക്കെ ഇല്ലായ്മ ചെയ്യണമെന്ന്. അത്രേ ഉള്ളൂ. ഭരണം നിങ്ങളുടെ കയ്യിലല്ലേ, കേസെടുക്കാൻ പറയൂ എന്ന് വെല്ലുവിളിച്ച് സുരേഷ് ഗോപി ബി.ജെ.പിയെ വേട്ടയാടാൻ നോക്കുന്നവർക്ക് കൃത്യമായ താക്കീതാണ് കൊടുത്തത്. മണലൂരിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിന്റെ വിജയ സാധ്യത കണ്ട് പ്രതാപൻ വിറളി പിടിച്ചിരിക്കുകയാണ്. മണലൂരിൽ ഇക്കുറി കാറ്റുമാറും. 2016-ലും 2021-ലും 10,000-കണക്കിന് വോട്ടുകൾ നേടി കരുത്തു തെളിയിച്ച ബി.ജെ.പി ഇത്തവണ യുവ പോരാളി അനീഷ് കുമാറിലൂടെ മണ്ഡലം പിടിക്കാനൊരുങ്ങുകയാണ്. LDF സ്ഥാനാർത്ഥി രവീന്ദ്രനാഥിന് ആവേശമുണ്ടാക്കാൻ കഴിയാത്തതും പ്രതാപന്റെ വോട്ടുകൾ ചോരുന്നതും ബി.ജെ.പിക്ക് അനുകൂലമായ തരംഗമാണ് ഉണ്ടാക്കുന്നത്. അഴിമതിയുടെയും കള്ളപ്രചാരണത്തിന്റെയും കോട്ടകൾ തകർത്ത് മണലൂരിൽ താമര വിരിയുമെന്ന കാര്യത്തിൽ ഇനി സംശയമില്ല. ജനവിധി വരുമ്പോൾ പ്രതാപന്റെ ഈ കിറ്റ് നാടകത്തിന് വോട്ടർമാർ കനത്ത മറുപടി കൊടുക്കും. മാറ്റത്തിനായി മണലൂർ ഒരുങ്ങിക്കഴിഞ്ഞു.